നമസ്കാരം. ദീപക് എന്ന നിരപരാധിയായ യുവാവിന്റെ നീതിക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രതിഷേധിച്ചേ തീരും. ഇനി ഒരാൾക്കും ഈ ഒരു ഗതി വരരുത്. ജന്മദിനമായ ദിവസം തന്നെ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ഭക്ഷണം പോലും കഴിക്കാതെ കഴിഞ്ഞ ദീപക് അതേ രാത്രി തന്നെ ജീവനൊടുക്കുകയായിരുന്നു. പയ്യന്നൂരിലെ സ്വകാര്യ ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണമായി യുവതി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് ഈ ദാരുണ സംഭവം. എൻ്റെ കുട്ടിക്കിത് താങ്ങാൻ പറ്റില്ല അത്രയ്ക്ക്. ഈ വയസ്സുവരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് പറയിപ്പിച്ചിട്ടില്ല. വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ആ അമ്മ ഇത് പറഞ്ഞത്. പിറന്നാൾ ദിനം സങ്കടം കാണാൻ ഭക്ഷണം പോലും കഴിക്കാതിരുന്ന ദീപക് ആ രാത്രി ചേതനേറ്റ ശരീരമായി മാറിയത് ആ അമ്മ എങ്ങനെ സഹിക്കും? ദീപകിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസവും നെഞ്ചുലയ്ക്കുന്ന സങ്കടങ്ങളാണ് തളം കെട്ടി നിന്നത്. മെഡിക്കൽ കോളേജ് SI VR അരുണിന്റെ നേതൃത്വത്തിൽ മൊഴിയെടുക്കാനെത്തിയപ്പോൾ ദീപകിന്റെ അമ്മ കന്യക സംസാരിക്കാൻ പോലും ആകാതെ സോഫയിൽ ചാഞ്ഞിരിക്കുകയായിരുന്നു. വിങ്ങിപ്പൊട്ടുന്ന ആ മുഖം കടിച്ചമർത്തിയാണ് അച്ഛൻ ജോയ് തൊട്ടടുത്തിരുന്നത്. ഒന്നിനും പോകാത്തോന, അതാണ് ഇങ്ങനെയെന്ന് കേട്ടപ്പോൾ അവൻ ഇത്ര സഹിക്കാൻ പറ്റാത്തത്. അച്ഛൻ പറഞ്ഞു വച്ചത് ആ ഒരു വാക്കാണ്: എൻ്റെ മകന് സംഭവിച്ചത് ഇനി മറ്റൊരാൾക്കും ഉണ്ടാകരുത്. വെള്ളിയാഴ്ചയോടെയാണ് ഈ യുവതി വീഡിയോ പ്രചരിപ്പിച്ചത്. ശനിയാഴ്ച ദീപകിന്റെ പിറന്നാളായിരുന്നു. വീഡിയോ പ്രചരിച്ചെന്ന് അറിഞ്ഞ ദീപക് ആ ദിവസം ഭക്ഷണം കഴിച്ചിരുന്നില്ല. അന്ന് മോൻ എന്താണ് ഭക്ഷണം കഴിക്കാത്തതെന്ന് ആ അമ്മ ചോദിച്ചിരുന്നു. ദീപക് അമ്മയോട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുവെന്നും അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് അമ്മ ആശ്വസിപ്പിച്ചതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. പക്ഷേ തന്റെ പ്രശ്നം സുഹൃത്തുമായി വിശദമായി സംസാരിച്ചു. നിയമപരമായി മുന്നോട്ട് പോകുന്ന കാര്യവും ചർച്ച ചെയ്തു. പിന്നെ എന്താ സംഭവിച്ചത്? ആ നടന്നത് ഒരു കൊലപാതകമാണ്. ആ അമ്മയ്ക്കും അച്ഛനും പോയത് ആകെയുള്ളൊരു മകനാണ്. തങ്ങളിൽ ഒരാളാണ് ദീപകിന്റെ പിതൃ സഹോദരൻ പുത്രൻ സലീഷ് പറയുന്നു. ദീപക് മരിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും സുഹൃത്തുമായി സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് ക്ലിപ്പ് ലഭ്യമാണോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. വീഡിയോ പ്രചരിച്ച സംഭവത്തിൽ സൈബർ സെൽ അന്വേഷണം നടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു. തുടർന്ന് രാത്രിയോടെ ഈ വീഡിയോ പ്രചരിപ്പിച്ച ഷിംജിത മുസ്തഫയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റത്തിനാണ് കേസെടുത്തത്. മെഡിക്കൽ കോളേജ് പോലീസ് വടകരയിലെത്തിയാണ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. എന്നാൽ ഈ യുവതി ഇപ്പോൾ നാട് കടന്നുവന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇവർക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ദീപകിന്റെ അമ്മ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇവർക്കെതിരെ പുതിയ FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഈ യുവതി ഒളിവിൽ പോയത്. വിദേശത്തേക്ക് കടന്നുവന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനും യുവതിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുവാനുമാണ് നീക്കം. ഇൻസ്റ്റാഗ്രാം വിവരങ്ങൾ ശേഖരിക്കുവാനായി സൈബർ പോലീസിന് സഹായം തേടി. ദീപകിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. സംഭവം നോർത്ത് സോൺ DIG അന്വേഷിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 19 കോഴിക്കോട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കും. ഗോവിന്ദാപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൾക്ക് തെളിവ് നശിപ്പിക്കാൻ പോലീസ് അവസരം നൽകരുതെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ ആവശ്യപ്പെട്ടു. പ്രതിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മൗനാനുവാദം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യണമെന്നും പറഞ്ഞു. ദീപകിന്റെ മാതാപിതാക്കളെ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനതാദൾ ജില്ലാ സെക്രട്ടറി C സർജാസ് ഒപ്പമുണ്ടായിരുന്നു. സമൂഹ മാധ്യമത്തിൽ അപമാനിക്കപ്പെട്ട് ജീവനൊടുക്കിയ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിയായവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KV സുധീർ ആവശ്യപ്പെട്ടത്. ദീപകിന്റെ മരണത്തിൽ BJP കുതിരവട്ടം വാർഡ് കമ്മിറ്റി ഗോവിന്ദാപുരത്ത് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ദീപകിന്റെ കുടുംബത്തെ അപമാനിക്കുന്ന സമീപനമാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. യുവതിയെ വിദേശത്തേക്ക് രക്ഷപ്പെടുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും കേസ് ദുർബലമാക്കുന്നതിന് ആവശ്യമായുള്ള രീതിയിൽ പ്രവർത്തിക്കുകയുമാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ നടപടിക്രമങ്ങളിൽ ഒട്ടേറെ ദുരൂഹതകൾ ഉണ്ടെന്നാണ് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞത്. ദീപകിന്റെ മാതാപിതാക്കളെ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. പലതരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ ശ്രമം നടക്കുന്ന കാലമാണ് ഇത്. അപകടകരമാണ്. പോലീസ് മൊഴിയെടുക്കുമ്പോൾ താൻ ഇവിടെ ഉണ്ടായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തതിൽ തെറ്റുണ്ടെന്നാണ് രേഖകളിൽ കണ്ടത്. ആത്മഹത്യക്ക് പ്രേരണ നൽകിയ പ്രധാന കാരണമെന്നത് വീഡിയോ ആണെങ്കിലും വീഡിയോയുടെ അടിസ്ഥാനത്തിൽ പ്രേരണാകുറ്റത്തിന് ആദ്യം കേസെടുത്തില്ല. പോലീസുകാർക്ക് വിവരമില്ലേ?
ഏത് കുട്ടികൾക്ക് ഇന്റർനെറ്റിൽ പരിശോധിച്ചാലും അറിയാവുന്ന കാര്യമാണിത്. അച്ഛനും അമ്മയും 8:30 പോലീസിനോട് മരണകാരണം എന്താണെന്ന് പറഞ്ഞതാണ്. 10:30 ശേഷം ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും പ്രധാന കുറ്റം പോലീസ് മറച്ചുവെച്ചതായി സംശയിക്കണം. സ്ത്രീ സുരക്ഷയ്ക്കുള്ള വകുപ്പുകൾ കൃത്യമായി നടക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് അവകാശപ്പെടാറുണ്ട്. എന്നാൽ സമൂഹ മാധ്യമത്തിൽ വ്യക്തിഹത്യ നടത്തി പണം സമ്പാദിക്കാനുള്ള നീക്കത്തിൽ ആരാണ് കേരളത്തിൽ സുരക്ഷിതർ? ഒരു കോൺസ്റ്റബിളും പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീ വിചാരിച്ചാൽ ആരെയും കൊടുക്കാമെന്ന സ്ഥിതി കൂടുതൽ ആത്മഹത്യകൾ സൃഷ്ടിക്കും. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വേണമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. പയ്യന്നൂരിൽ സ്വകാര്യ ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന് കാട്ടി പൊതുപ്രവർത്തക കൂടിയായ യുവതി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കിയത്. വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിക്കപ്പെട്ടതിൽ മറന്നൊണ്ടാണ് ആത്മഹത്യ എന്ന ആരോപണമായി ദീപകിന്റെ കുടുംബവും സുഹൃത്തുക്കളും അടക്കമാണ് രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെ യുവതിക്കെതിരെ ദീപകിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. ബസ്സിൽ വച്ച് ദുരനുഭവമുണ്ടായെന്ന ആരോപണം ദീപകിന്റെ മരണത്തിനു ശേഷം യുവതി ആവർത്തിക്കുകയായിരുന്നു. വടകര പോലീസിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു യുവതിയുടെ അവകാശവാദം. എന്നാൽ ഈ വാദം വടകര പോലീസ് തള്ളി. ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും ആരും പരാതി നൽകിയിട്ടില്ലെന്നുമാണ് വടകര ഇൻസ്പെക്ടറുടെ വിശദീകരണം. സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ശക്തമായതിന് പിന്നാലെ ഈ യുവതി ഇൻസ്റ്റാഗ്രാം, FB അക്കൗണ്ടുകൾ അടക്കം നീക്കിയിട്ടുണ്ട്. യുവതി ഒളിവിൽ പോയി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. ഈ യുവതിക്കെതിരെ സോഷ്യൽ ആക്ടിവിസ്റ്റ് സെബാസ്റ്റ്യൻ വർക്കി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അഡ്വക്കേറ്റ് റിനേഷ് എടത്താടൻ മുഖേന കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത പരാതിയിലെ പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്: 10 വർഷം തടവ്, ഭാരതീയ ന്യായ സംഹിത, IT ആക്ട് എന്നിവ പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഷിംജിതയ്ക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പാക്കണം. 1 കോടി രൂപ നഷ്ടപരിഹാരം. ഏക മകനെ നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിൽ അനാഥരായ ദീപകിന്റെ മാതാപിതാക്കൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം പ്രതിയിൽ നിന്ന് ഈടാക്കി നൽകണം. ഇതിനായി പ്രതിയുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടണം. ഉടൻ തന്നെ അറസ്റ്റും വേണം. 2026 ജനുവരി 18 നൽകിയ പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കിയ പ്രതി ഉടനെ അറസ്റ്റ് ചെയ്യണം. ബസ്സിൽ വച്ചുണ്ടായ നിസ്സാരമായ ഒരു തെറ്റിദ്ധാരണയെ വലുതാക്കി മൊബൈൽ ക്യാമറയിൽ പകർത്തി ലൈംഗികാതിക്രമം എന്ന പേരിൽ പ്രചരിപ്പിച്ചതാണ് ദീപകിന് നേരിടേണ്ടി വന്ന കൊടിയ സൈബർ ആക്രമണത്തിനും ഒടുവിൽ മരണത്തിനും കാരണമായത്. സ്ത്രീ സുരക്ഷാ നിയമങ്ങളെ ദുരുപയോഗം ചെയ്ത് ആരെയും എന്തും പറയാമെന്ന ചിലരുടെ ധാരണ തിരുത്തുവാൻ ഈ നിയമ പോരാട്ടം അനിവാര്യമാണ്. ദീപകിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാനും ഇനിയൊരു നിരപരാധിയും ഇത്തരം സോഷ്യൽ മീഡിയ വിചാരണകളിൽ പൊലിഞ്ഞു പോകാതിരിക്കാനുമാണ് ഈ ഒരു പോരാട്ടം. ദീപക് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കാട്ടി പരാതി കൊടുത്തിരുന്നുവെന്നാണല്ലോ വടകര സ്വദേശി ഷിംജിത മുസ്തഫ പറഞ്ഞിരുന്നതും അവകാശപ്പെട്ടിരുന്നതും ഇൻസ്റ്റയിൽ സ്റ്റോറി ചെയ്തിരുന്നതും. എന്നാൽ അങ്ങനെയൊരു പരാതി ഷിംജിത നൽകിയിട്ടില്ല എന്നാണ് വടകര ഇൻസ്പെക്ടർ വ്യക്തമാക്കുന്നത്. ഇതോടെ ആ ബസ് യാത്രയ്ക്കിടെ ഉണ്ടായ സംഭവം വടകര പോലീസിനെ അറിയിച്ചിട്ടുള്ളതായുള്ള യുവതിയുടെ അവകാശവാദങ്ങളാണ് പൊളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആ യുവതി ചെയ്തത് തെറ്റ് എന്ന് തന്നെ നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്നത്. ഇതോടെ ബസ് യാത്രയ്ക്കിടെ ഉണ്ടായ സംഭവം വടകര പോലീസിനെ അറിയിച്ചതായിട്ടുള്ള യുവതിയുടെ അവകാശവാദമാണ് അവിടെ പൊളിഞ്ഞടുങ്ങിയത്.